ഗേസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ 6:15 കേട്ടോ ഇറങ്ങുമ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല, ഓപ്പൺ തന്നെയാണ്. ഞാൻ ഡെയിലി നോക്കലുണ്ട് കേട്ടോ അപ്ഡേഷൻ ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ GPS ഓണായി കൊടുക്കുക, ഗോ ഓൺലൈൻ. അപ്പോൾ ഓക്കെ, ഊബർ ഓൺലൈനായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഓണാക്കി എന്തിനാണെന്നോ ഇവിടെ. ഓക്കെ, ട്രിപ്പ് വരുന്നുണ്ട് എറണാകുളം പ്ലാറ്റ്ഫോം 2. അപ്പോൾ ഇവിടെ വൈഫൈ ഉണ്ട്, അതുകൊണ്ട് അപ്പോൾ നല്ല സ്പീഡിൽ ഓണായിക്കോളും. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ആളെന്താണെന്നോ ട്രിപ്പ് ഇപ്പം അക്സെപ്റ്റ് ആയിട്ടുള്ളൂ. അപ്പത്തിന് ആളിങ്ങനെ ആദ്യം ഒരു മെസ്സേജ് അയച്ചു, ലുക്കിംഗ് ഫോർ യു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിൽക്കാണ്ട് കോളിയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ എന്താണെന്നോ അതിന് വേണ്ട, നമുക്ക് വേറെ ട്രിപ്പ് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർജ് ഉണ്ടോണ്ട്, അതുകൊണ്ട് നമുക്ക് ഊബർ ഓഫ് ചെയ്യാണ്ടോ. ഓഫ് ചെയ്യുന്ന ഇടയിൽ വരെ നമുക്ക് ട്രിപ്പ് അടിച്ചു. അപ്പോൾ ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടോ. അപ്പോൾ യാത്രി മാത്രമേ ഓണാക്കിയിട്ടുള്ളൂ. അപ്പോൾ വേഗം വണ്ടീൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടെ. മറ്റേത് അയാളെ ഇപ്പം ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിരിക്കണം, ലുക്കിംഗ് ഫോർ യു. എന്നെ കാണാനില്ലാണ്ട് നമ്മളിപ്പോൾ എങ്ങനെ ട്രിപ്പ് അടിച്ചേക്കാം അവിടെ തന്നെ. ഓക്കെ, നമ്മൾ ഏതായാലും ഇപ്പോൾ ട്രിപ്പ് അടിച്ചതല്ലേ, ഞാൻ ഇനി കുഴപ്പമില്ല, കോൾഡ് സ്റ്റാർട്ടിംഗ് ഒന്നും മാറണ്ടേ, എടുത്ത് പോകാമെന്ന് വിചാരിച്ച്. എവിടെ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് തന്നെ മെസ്സേജും കോളും തുടങ്ങി. ചിലപ്പോൾ എന്താണെന്നോ വേറെ ഏതെങ്കിലും ഡ്രൈവർമാരെടുത്തിട്ട് എപ്പോഴും ഉണ്ടാവുന്ന പോലെ തന്നെ കുറേ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. ഈ വേറെ ഡ്രൈവർമാർ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അടുത്ത ഡ്രൈവറിന് പോവുക. കസ്റ്റമർ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് അവിടെ ക്ലോസ് ആവും. നമ്മളാണ് ഡ്രൈവറാണ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം അവർക്ക് എന്തായാലും വണ്ടി വേണമല്ലോ. അപ്പോൾ ഊബറാർ ഡ്രൈവർമാർ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അത് അടുത്ത ഡ്രൈവറിനായിട്ട് പോവുക റിക്വസ്റ്റ്. അങ്ങനെ വന്നതായിരിക്കും എനിക്ക്. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമറെ പൂതി ഉണ്ടാവും ഞാനേ കരുന്നാ. അപ്പോൾ ചിലപ്പോൾ എന്താണെന്നോ അതിൻ്റെ ഒക്കെ പാടെ കിട്ടൽ ചിലപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ കിട്ടും. നിങ്ങളെന്ത് പരിപാടിയാണ് കാണിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചൂടാവും. രാവിലെ തന്നെ നമുക്കേക്കല്ല ചൂട് കിട്ടുക. അതുകൊണ്ട് ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 2-3 വട്ടമൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ എന്തായാലും വണ്ടി കയറി എന്തായാലുമൊക്കെ സംസാരിക്കാക്കൂല. അപ്പോൾ പിന്നെ വെറുതെ വേണ്ട, അതുകൊണ്ട് ഞാൻ ഓഫാക്കിയിട്ട് ഇനി വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്കം പോലെ ട്രിപ്പ് അടിക്കുക. അത് നമ്മളെ മുണ്ടമ്പാലത്തിൽ നിന്നാണ് കേട്ടോ പിക്കപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മളവിടെ ചായ അടിക്കാൻ പോകണം. നമ്മളെ താജുവിൻ്റെ അവിടെ നിന്ന് തോന്നുന്നുണ്ട് പിക്കപ്പ് അടിച്ചിക്കണേ. ഊബറിൽ നല്ല ട്രിപ്പ് ചെയ്യുന്നു, പക്ഷേങ്കിൽ യാത്രയിൽ നമുക്ക് ട്രിപ്പൊന്നും അടിക്കണില്ല കേട്ടോ. നമുക്ക് റാപ്പിഡോ പാടൊന്ന് ഓണാക്കി നോക്കട്ടെ. ഓക്കെ, റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. ഊബർ ഞാൻ ഇപ്പോൾ എന്തായാലും ഓണാക്കണില്ല. ഏതായാലും ഇപ്പോൾ ഇനി വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്, അതിപ്പോൾ എന്തായാലും കഴിയും. ഓക്കെ, റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചുകൊണ്ട് നല്ല ലാഭമുള്ള ട്രിപ്പ്. 1 കിലോമീറ്റർ 1.7 കിലോമീറ്റർ പിക്കപ്പും 1 കിലോമീറ്റർ ഡ്രോപ്പും 157 രൂപയാണ്. സർഫറാജ് അല്ലേ, സർഫറാജ് ഹിന്ദിക്കാരനാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ ഇതെവിടെ നിന്നാണ് പിക്കപ്പ് നോക്കട്ടെ. 1 കിലോമീറ്റർ ഉണ്ട്. 1.7 ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 കിലോമീറ്റർ ഉള്ളൂ പിക്കപ്പ് കാണിക്കുന്നത്. ഇനി ഡ്രോപ്പ് 1 കിലോമീറ്റർ ഉള്ളൂ. 157 രൂപയുടെ ട്രിപ്പ് ആട്ടോ. അപ്പോൾ ഇതാണ് ലാഭം. കറക്റ്റ് ട്രിപ്പ് അടിച്ച ഉടനെ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടോ. വണ്ടി എടുത്ത് പോട്ടെ. മറ്റേത് എത്ര 210 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു. പക്ഷേങ്കിൽ അത് 12 കിലോമീറ്റർ എത്ര ഉണ്ട്, തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ആകെ 1 കിലോമീറ്റർ ഡ്രോപ്പ് ഉള്ളൂ, 157 രൂപ കിട്ടും. അപ്പോൾ കണ്ടോ, അത് ക്യാൻസൽ ചെയ്താൽ ഏതായാലും നന്നായി. അപ്പം നമ്മളെ റാപ്പിഡോ ട്രിപ്പിന് ഒരു തീരുമാനമായിട്ടോ. കോൾ ചെയ്തിട്ട് എടുക്കണില്ല, 2ാമത്തെ വട്ടം ഞാൻ കോൾ ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചു, ഹലോ അരയുടെ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളെ ഭാരത് മാതാ കോളേജിൻ്റെ അകത്താണ് കാണിക്കുന്നത്, കോളേജിനകത്ത് 6:33 സമയത്ത്. പിന്നെ സ്റ്റുഡൻ്റ് അല്ലല്ലോ, ഹിന്ദിക്കാരനാണ് പേര് കണ്ടിട്ട്. ഞാൻ ഇതുപോലെ പണിക്കാരനെയൊക്കെ ചെയ്തു, പക്ഷേ ഇങ്ങനെ അടിച്ചിട്ട് എടുക്കണില്ല. ചിലപ്പോൾ എല്ലാം അടിച്ച് മൂടായി കിടക്കേക്കല്ലോ. അപ്പോൾ എന്താന്നോ യാത്രയിൽ ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചില്ല കേട്ടോ വേറെ. എപ്പോഴും ഓൺലൈനിൽ തന്നെയാണ് ഇതുണ്ടോ. അപ്പോൾ ഊബർ ഇപ്പോൾ ഓണാക്കി എന്താന്നോ ട്രിപ്പ് എന്തായാലും അടിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഓണാക്കിയപ്പോൾ തന്നെ നല്ല അടി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെന്തായാലും അടിക്കും. അതുകൊണ്ടപ്പോൾ ഞാൻ ഓണാക്കാത്തത്. ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ, കാരണം ഇത് നല്ല ലാഭമുള്ള ട്രിപ്പായിരുന്നു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അത് ഇനിയിപ്പോൾ കിട്ടും തോന്നണില്ല. നമുക്ക് എന്തായാലും ഊബർ ഓണാക്കി വെക്കാം. ഊബർ നല്ല സർജ് കാണിക്കുന്നുണ്ട് ഇതുണ്ടോ, റെഡ് കളറ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇപ്പോൾ ട്രിപ്പ് അടിക്കുമായിരിക്കും. ഇതിപ്പോൾ ഞാൻ എന്തായാലും കിട്ടും തോന്നണില്ല കേട്ടോ. ഞാനത് ഏതായാലും ക്യാൻസൽ ചെയ്ത് കളയട്ടെ. അപ്പോൾ ക്യാൻസൽ മൈ ഓർഡർ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഇഷ്യൂ കൊടുക്കണമല്ലോ, റൈഡ് ആസ്ക്ഡ് ടു ഐറ്റം. നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം, അനേബിൾ ടു റീച്ച് കസ്റ്റമർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ ട്രിപ്പ് ക്യാൻസലായി പോയി. വെറുതെ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു റീസണ്. നമുക്ക് ചിലപ്പോൾ പൈസ കിട്ടും കേട്ടോ, ചെറിയൊരു പൈസ. ഊബറിൽ ട്രിപ്പ് അടിക്കണമൊക്കെ 7.6 കിലോമീറ്റർ ഡ്രോപ്പും 3.5 കിലോമീറ്റർ പിക്കപ്പും. നമ്മൾ ആ ട്രിപ്പ് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഊബറാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ മെസ്സേജ് ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അയക്കേണ്ടതെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. ചിലർക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റേ നമ്മൾ എടുക്കുന്ന ട്രിപ്പുകൾ കംപ്ലീറ്റ് ചെയ്യണില്ല പറഞ്ഞാണ്ടുള്ള മെസ്സേജ് വരുന്നത്. അപ്പോൾ ഇത് അവിടെ ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, 11 കിലോമീറ്റർ കേട്ടോ, 202 രൂപ. ഗൗതമാണ്.
അപ്പോൾ എന്താണെന്നോ 2 ട്രിപ്പ് ഇപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തല്ലോ. കറക്റ്റ് ഇപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ട്രിപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് എടപ്പള്ളി പൂക്കാട്ടോടി റോഡ്. ഇത് നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. അത്താണി മുണ്ടമ്പാല റോട്ടിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് വണ്ടി ഓടിച്ചിട്ട് അവിടെ തന്നെ പോകണം. ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഇവിടെ ഇത്ര ഇങ്ങനെ ട്രിപ്പ് അടിക്കണോണ്ടേ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല. ആ മെസ്സേജ് ഇപ്പോഴേ എല്ലാവർക്കും പെട്ടെന്ന് അയക്കുന്നുണ്ട് ഊബർ. അതെന്താണെന്നോ, ഈ റാപ്പിഡോക്ക് കുറേ ആൾക്കാർ പോയപ്പോൾ നമ്മളെ ഡ്രൈവർമാരൊന്ന് പേടിപ്പിക്കുകയാണിത്. മറ്റേ അതിലേക്ക് പോവാതെക്കാൻ വേണ്ടിയിട്ടാണിത്. നമ്മൾ ഏതായാലും 3ാമത്തെ ട്രിപ്പ് എടുത്ത് ഓടുമല്ലോ 2 ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോഴേ 2 ട്രിപ്പ് അടുപ്പിച്ച് ക്യാൻസൽ ആകുമ്പോഴാണ് ഇവർ മെസ്സേജ് അയക്കുക. പിന്നെ ഇത് വലിയ പേടിക്കാനൊന്നും ഇല്ല. ഒരു 15 മിനിറ്റാണ് ഹോൾഡിങ് ഉണ്ടാവുക. അത് കറക്റ്റ് 15 മിനിറ്റ് ആയി നമുക്ക് ഓണാക്കാൻ പറ്റും. അത് ഓഫായിട്ടൊക്കെ ഉണ്ട് മറ്റേ. അപ്പോൾ ഓൺലൈനിലാക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അവരെന്നെ മെയിൽ അയക്കും റെഡി ആയിക്കണമെന്ന് പറഞ്ഞാണ്ട്. പിന്നെന്താന്നോ, അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പൺ ആക്കി തരും. കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഇഷ്ടംപോലെ ട്രിപ്പുകൾ വരുമ്പോഴേ നമ്മളിങ്ങനെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുള്ളൂ. അതായത് നമ്മൾ പിക്കപ്പ് കൂടും, കുറേ ട്രിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സർജുള്ള സമയത്തൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് നമ്മളെ ഹോൾഡ് ചെയ്യണത് അവർക്കും നഷ്ടമാണ്. കാരണം അവർക്ക് നമ്മളെ വണ്ടി വേണ്ടി വരും ഊബറിന്. അപ്പോൾ അവർ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരും. ഇപ്പോൾ ഈ മെസ്സേജ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഊബറുകാർ അയക്കുന്നുണ്ട്. ഒരു ട്രിപ്പോ അല്ലെങ്കിൽ 2 ട്രിപ്പോ ക്യാൻസൽ ചെയ്യുമ്പോൾ ആദ്യമൊന്നും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ. ഇപ്പം എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പം എന്താ ഇല്ല, അടിക്കണ ട്രിപ്പ് മുഴുവൻ പിക്കപ്പ് 4 കിലോമീറ്റർ 3 കിലോമീറ്ററാണ്. എന്നിട്ട് ഡ്രോപ്പിന് കറക്റ്റുള്ള റേറ്റ് കിട്ടണില്ല. പിക്കപ്പ് ഒക്കെ നമ്മളൊരു 1 കിലോമീറ്റർ 1.5-2 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. മറ്റേ നമുക്ക് പിക്കപ്പിന് എന്തായാലും പൈസ കിട്ടണില്ലല്ലോ. ഈ ഡ്രോപ്പിന്റെ പൈസ വെച്ച് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ പിക്കപ്പിനും പോണത്. അപ്പൊ പിക്കപ്പ് ഇങ്ങനെ 4-5 കിലോമീറ്റർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടം. ചിലത് ഡ്രോപ്പിനേക്കാളും ഉണ്ടാവും പിക്കപ്പ്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പിരാന്തരിക്കുക. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. അത് ഓൺലൈൻ ട്രിപ്പായിരുന്നു കേട്ടോ. 193 രൂപയാണ് നമുക്ക് അതിന് കിട്ടിയത്. അത് 11 കിലോമീറ്റർ 11.48 കിലോമീറ്ററാണ് അതിന് പോകുന്നത്. 20 മിനിറ്റ് കേട്ടോ. ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല, പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കുറേ റിസർവേഷൻ ട്രിപ്പുകൾ കിടക്കുന്നുണ്ട്. ആദ്യം മെസ്സേജ് വന്നിന്, അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കുറേ ട്രിപ്പുകൾ കണ്ടു. ഇപ്പോൾ എവിടെ എടുക്കുക, ഇതിൻ്റെ ഓപ്ഷനാളേ അപ്ഡേഷനിൽ കുറേ ഓപ്ഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കാണില്ല. ഓപ്പർച്യൂണിറ്റീസിലാണ് കാണിക്കുക. ഇതുണ്ടോ, ഇത്രയും ട്രിപ്പുകൾ കാണിക്കുന്നുണ്ട് റിസർവേഷൻ ട്രിപ്പിൽ. വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് എന്താ അറിയില്ല. ഇത് എറണാകുളം സൗത്തേക്കാണ്. പക്ഷെ പിക്കപ്പ് ഒക്കെ ഇവിടെ നിന്നാവും. നമുക്ക് എന്തായാലും നല്ലതുണ്ടാവൂല. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും റിസർവേഷന് കറക്റ്റ് ടൈമിങ്ങിന് കിട്ടൂല. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ. അത് ഗൗതമിന്റെ അമ്മയും അനിയനും ആണെന്ന് തോന്നണേ. ഇവിടെ എത്തിയപ്പോൾ എന്നോട് എന്നിട്ട് ചായ കുടിച്ചോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് CNG ഇല്ല. CNG 2 പുള്ളിയേ ഉള്ളൂ, അല്ല 3 പുള്ളി ഉണ്ട്. കുറച്ചും കൂടി ഓടും. നമ്മള് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പോവാട്ടോ. നമുക്ക് ഏതായാലും ഇങ്ങനെ CNG പമ്പിന്റെ അടുക്ക് ഇങ്ങനെ പോവാ. 2 പുള്ളി ആയിട്ടുണ്ട്. ഇതിൽ ഇനി ഒരു 30 കിലോമീറ്ററും കൂടി ഓടും. എന്നാലും നമുക്ക് ആ CNG പമ്പിന്റെ അടുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അതിനടുക്ക് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാം. ഇവിടെ ഒക്കെ കുറേ വണ്ടികളുണ്ട്. ഇതാണ്ടോ, ഇവിടെ 2 അൾട്ടോണ്ണൂർ ഉണ്ട്. ഇനി അവിടെ ഒരു ഓട്ടോന്റെ ഫ്രണ്ടിൽ ഒരു കേട്ടന് കിടക്കുന്നുണ്ട്. ബാക്കിലൊക്കെ കുറേ വണ്ടികളുണ്ട്. ഞാൻ ആദ്യം പാർക്ക് ചെയ്തതിന് അവിടെ. അപ്പോൾ ഇപ്പം എന്തായാലും ട്രിപ്പ് അടിച്ച് വരണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അതിൻ്റെ അടുക്ക് നമുക്ക് ആ വൈറ്റില പോയിട്ട് CNG അടിച്ചാലേ എന്നിട്ട് ഇങ്ങോട്ട് വരുമൊന്നുമില്ല. എന്തായാലും അവിടെ നിന്ന് അടിക്കും, വൈറ്റിലെന്ന് അടിക്കും. ഇവിടെ ഇത്രയും വണ്ടികളുള്ളതല്ലേ. ഞാനിപ്പോഴേ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ്ലൈൻ ആക്കിയിട്ടാണ്. അടിക്കണ മുഴുവൻ പിക്കപ്പ് കൂടിയ ട്രിപ്പാളാ. കുറെ മാച്ചാൾ വന്നു. അത് എടുക്കാൻ വെക്കുമ്പോൾ പിന്നെ ട്രിപ്പാളായിട്ട് വരികയാണ്. 7 കിലോമീറ്റർ പിക്കപ്പും 7 കിലോമീറ്റർ ഡ്രോപ്പൊക്കെയാണ് 156 രൂപയ്ക്ക്. അപ്പോൾ പിന്നെ എടുത്താൽ നടക്കൂല. പിന്നെ ഏതായാലും ഇപ്പോൾ ഇവിടുന്ന് ഒരു 300 മീറ്ററും കൂടി പോയാൽ നമ്മളെ CNG പമ്പ് എത്തും. അപ്പോൾ അവിടുന്ന് ഇപ്പം ഇനി CNG അടിച്ചിട്ട് ഓണാക്കാം. നമ്മള് CNG അടിച്ചിട്ടോ. അത് 581 രൂപ കേട്ടോ. അതായത് ഫുൾ ടാങ്ക് CNGക്ക്. അടുക്കിനിടയിൽ നമുക്കൊരു മംഗള ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കസ്റ്റമറുടെ പേരാണ്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം ഒരു ട്രിപ്പ് അടിച്ചു, അത് ഞാൻ എടുത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് റൈറ്റ് ഒന്ന് പോയിട്ടുണ്ടാവും. അത് 5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും 158 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞേക്ക് നല്ലൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്, ഒരു മംഗള. അപ്പോൾ ഇതിവിടെ യൂട്ടൺ അടിച്ചിട്ട് ആയിക്കൂടി അങ്ങനെ പോണം, ബൈക്ക് പോണത്തോടി. നമ്മളെ ആ യൂട്ടൺ തിരിഞ്ഞപ്പോൾ ഇത് എളംകുളം മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ആ ട്രിപ്പ് ക്യാൻസലായി. ഇപ്പൊ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു കൃപ. അപ്പൊ അതിന് ഇനി വീണ്ടും യൂട്ടൺ അടിക്കണം. നമ്മളിപ്പോ CNG അടിച്ച പമ്പിന്റെ കൂടി തന്നെ അങ്ങോട്ട് തന്നെ പോകണം. അപ്പൊ ഞാൻ അടുത്ത യൂട്ടൺ അടിക്കട്ടെ. ഇന്ന് മൊത്തം യൂട്ടണാളാണ്. ഒരു യൂട്ടൺ തിരിയുമ്പോൾ ട്രിപ്പ് ക്യാൻസൽ ആവും. ഇതുണ്ടോ, ഈ ഇന്ത്യൻ ഓയിലിനാണ് നമ്മൾ നേരത്തെ CNG അടിച്ചത്. എന്നിട്ട് ഇവിടെ യൂട്ടൺ തിരിഞ്ഞു. അതേ സെയിം യൂട്ടൺ തന്നെ കേട്ടോ. എന്നിട്ട് ഈ റോഡ് കൂടി, ആ കാറ് തന്നെ റോഡ് കൂടി അങ്ങോട്ട് പോകാനാണ് കാണിക്കുന്നത്. അതാണ് മാപ്പ്. അങ്ങനെ നമ്മളെ കൃപന്റെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇതൊരു ഐലൻഡിലുള്ള സ്കൂളിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്, വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക്. അപ്പോൾ അത് പോരുന്ന വഴിക്ക് തന്നെ നമുക്ക് തേവര പാലത്തിന്റെ അവിടെ കയറിയപ്പോഴേ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു വിദ്യ. ഈ വിദ്യനെ പിക്കാൻ പോണത് 5 കിലോമീറ്റർ ഉണ്ട്. ഇതാണ്ടോ, ഇത് പള്ളുരുത്തിയിലാണ് പിക്കപ്പ് ഉള്ളത്. പിന്നെ ഞാനിത് എടുത്തെന്താ വെച്ചാല് മറ്റേ 280 290 അത്ര ക്യാഷ് ഉണ്ട് ഇതിന്റെ ഈ ട്രിപ്പിന്റെ. അപ്പോൾ ഇത് പിക്കപ്പും പാടെ കൂട്ടുമ്പോഴും നമുക്ക് അത്യാവശ്യം റേറ്റ് കിട്ടുന്നുണ്ട്.
ഇതിന്റെ തൊട്ട് മുമ്പ് ആദ്യം ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ ട്രിപ്പ് വന്നത്. അപ്പൊ ഞാൻ അസെപ്പറേറ്റ് പോണ്ടല്ലേ എഴുതിയിട്ട് പോയി എടുത്തതാ. അപ്പൊ നോക്കുമ്പോ അതിന്റെ കിലോമീറ്റർ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോ ഓക്കെ കറക്റ്റ് എമൗണ്ട് ഉണ്ട്. ഇത് മറൈൻ ഡ്രൈവ്ക്ക് എടുക്കുവാണ്. അപ്പൊ ഇത് 250 രൂപ ഉണ്ട് നമുക്ക് കിട്ടുന്ന ഏണിങ്സ്. അപ്പൊ കുഴപ്പമില്ല, പിക്കപ്പിനും പാടെ നമുക്ക് അത്യാവശ്യം റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ എന്താന്നോ, നമുക്ക് ഈ ഐലൻഡിൽ നിന്ന് എന്തായാലും ട്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഇവിടെ ഈ നേവൽ ബേസിന്റെ കുറെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ സ്കൂൾക്ക് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് അവിടേക്ക് ഡ്രോപ്പ് കിട്ടണത് സ്കൂൾക്ക്. ഇവിടേക്ക് കൂടുതലും വന്നിട്ട് നമ്മളെ ലക്ഷദ്വീപിക്കുള്ള എൻട്രീന്റെ അവിടേക്കാണ്, ഷിപ്പിന്റെ അവിടേക്ക്. ഇവിടുന്ന് അങ്ങനെ ട്രിപ്പ് കിട്ടാനും ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ തോപ്പുംപടി ആ ഭാഗത്തുനിന്ന്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തേവര ഭാഗത്തുനിന്ന് അവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ട്രിപ്പ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ട്രിപ്പ് എടുത്തത്. പിന്നെ നോക്കുമ്പോൾ എമൗണ്ട് ഉണ്ട്, നമുക്ക് പിക്കപ്പിന് കുഴപ്പമില്ലാത്ത എമൗണ്ട് കിട്ടണുണ്ട്. അപ്പൊ ഏതായാലും പോയി നമ്മളെ വിദ്യനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. വിദ്യ ചേച്ചി നമുക്ക് പണിയൊന്നും തോന്നണം കേട്ടോ. അത് ചെറിയ റോഡാ, അടിച്ചിട്ട് എടുക്കണില്ല. അപ്പൊ ആളെ ഹെഡൊക്കെ ഇതിൽ കാണുന്നുണ്ട് മാപ്പിൽ. ഇതാണ്ടോ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. അപ്പോ ഈ നമ്മളീ റോഡിന്റെയും ഈ ലെഫ്റ്റിന്റെയും സെന്ററിലുള്ള ഇതിൽ ഏതോ ഒരു ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ 2 കോൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഡാറ്റ കോളും സാധാ നോർമൽ കോള്. 2 കോൾ അടിച്ചിട്ട് എടുക്കണില്ല. ചെറിയ റോഡാണ്, ഇവിടെ ആകെ വണ്ടിയാൾ പാർക്ക് ചെയ്തിട്ട്. ഇപ്പൊ ഒരു സ്കൂട്ടി വന്ന് എങ്ങനെയൊക്കെ സൈഡ് കൊടുത്ത ആള് പോയി. പോലെ കാർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മള് കൊടുത്തും പോടും. ഇതാ സമയമൊന്നും ആയിക്കഴിഞ്ഞാല്, എലിജിബിൾ സമയം കഴിഞ്ഞാല് ഹെഡ് കാണുന്നുണ്ട്. അതാണിപ്പോ. ഇനി അതേപോലെ കുട്ടികളെന്തേലും കളിച്ചാണ്ട് ബുക്ക് ചെയ്തോണം എന്താ അറിയില്ല കേട്ടോ. അടിച്ചിട്ട് എടുക്കണില്ല എന്തായാലും. ഞാൻ മെസ്സേജ് അയച്ചു ഒരു ഹെലോന്ന്. എന്നിട്ട് ഈ ചെറിയ റോഡൊക്കെ ആകുമ്പോ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് കാത്തുന്നൂടെ, അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്താൽ മതി. ഇതിപ്പോ നമ്മള് വണ്ടി അവിടെ കൊണ്ടിടാ. അതാണ് ആകെ ബുദ്ധിമുട്ട് ഇവിടെ ഉള്ള ഒരു പ്രശ്നം. റോഡ് വലിപ്പം ഉണ്ടാവില്ല. അപ്പൊ എന്നിട്ട് ഇങ്ങനത്തെ ഓരോ കസ്റ്റമറും ഉണ്ടാവും ബുക്ക് ചെയ്യാനായിട്ട്. ഈ റോട്ടുമ്മേ വലിയ വണ്ടികളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നേരത്തെ ഒരു സ്കൂട്ടിയും പോയി, ഇപ്പൊ ഒരു ചേട്ടനും പോയി, വേറെ ആരും ഇതിലെ പോയിട്ടില്ല. അപ്പൊ നമ്മളെ സമയം എലിജിബിൾ ആവാനായിട്ടുണ്ട്. ഞാനിത് എന്തായാലും എലിജിബിൾ ആയി എന്തായാലും ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ അവിടുന്ന് പോകും. നമുക്ക് എന്തായാലും ആ ട്രിപ്പ് വേണ്ട, വിദ്യ ചേച്ചിന്റെ ട്രിപ്പ് വേണ്ട. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എലിജിബിൾ ആയാൽ ഓക്കെ, എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് റൈഡറെ കാണാനില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്ഷനാട്ടോ നമ്മൾ കൊടുക്കുന്നത്, ക്യാൻസൽ ട്രിപ്പ്. ഓക്കെ, ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട് തേങ്ങ. ഞാൻ വേഗം ഊബർ ഓഫ് ചെയ്യട്ടോ. ഇവിടെ ഭയങ്കര സർജാണ്. ഇതാക്കാം, ആകെ റെഡ് കളറാണ് മാപ്പ്. ഊബറാരുണ്ടോ ഓഫ്ലൈൻ ആക്കല്ലേ എന്നാണ് പറയണത്. ആ ചേട്ടൻ അത് തിരിച്ചും പോയി. അപ്പോൾ ഇതുണ്ടോ ഊബറാര്, അതാ മെസ്സേജ് പോയിട്ടോ. ഇപ്പൊ നല്ല ട്രിപ്പുള്ള സമയമാണ്, ഓഫ്ലൈൻ ആക്കല്ലേ എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഓരോ ട്രിപ്പുകളാണെന്നുണ്ടെങ്കിൽ എന്തിനാണ്. അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാന്നോ, റാപ്പിഡോ യാത്ര ഓണാക്കാം. ഇവിടെ എന്തായാലും ഇത്രയും ട്രിപ്പ് ഉണ്ടാകുമ്പോൾ എന്തായാലും കസ്റ്റമർ ഇതൊന്നും ചെക്ക് ചെയ്യാതിരിക്കൂല. റാപ്പിഡോ യാത്രയും ചെക്ക് ചെയ്യും. അതിന് ആ ഊബർ ട്രിപ്പിന് അവിടെ റേഞ്ച് ഷോക്കാട്ടോ, 4Gയിലാണ്. അപ്പോൾ കുറച്ച് ലോഡിങ്ങിലാണ് ഇപ്പോൾ. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. ഈ ട്രിപ്പിന് നമുക്ക് 60 രൂപ ഇട്ടുണ്ട് കേട്ടോ. എത്രയില്ല, നമ്മൾ 4-5 കിലോമീറ്റർ പോകുന്നു അല്ലേ, കുഴപ്പമില്ല. എന്നാലും 60 രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മളെ തോപ്പുംപടിക്ക് തന്നെ എത്താൻ പറ്റും. അവിടെ പോയോക്കട്ടെ. 2 പോയിന്റ്, അത് കുഴപ്പമില്ല കേട്ടോ, നല്ല ട്രിപ്പാണല്ലോ കിരാൻ. അപ്പൊ നമുക്ക് റാപ്പിഡോയില് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു കിരാണ്. അത് 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 2 കിലോമീറ്ററും ഡ്രോപ്പും ഉള്ളു. 150 രൂപ ഉണ്ട് ഫെയർ. അപ്പൊ അത് ഏതായാലും പോയിട്ട് പിക്ക് ചെയ്യട്ടെ. സമയം 10:15 നമ്മളെ ലാസ്റ്റ് കസ്റ്റമർ ആയിരുന്നത് ഒരു ഫാമിലിയാണ്. 200 രൂപയുടെ ഒരു ട്രിപ്പ് ആട്ടോ. ഇത് നമ്മളെ സെൻട്രൽ സ്ക്വയർ മാളിലേക്കാട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് കുറച്ചു നേരത്തിനൊന്ന് ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് ഊബർ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അയൽവാസിയാണ്, ഒപ്പം പഠിച്ചതിനെ പണ്ടത്തെ ഫ്രണ്ട്. അപ്പൊ ഓനിവിടെ ബ്രോഡ്വേയില് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് ദിവസമായി, ഇപ്പൊ ഇവിടെ 2 മാസത്തോളൊക്കെ ആയി. അപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ സെൻട്രൽ സ്ക്വയറിന്റെ അവിടെയാണല്ലോ. അപ്പൊ ഇവിടുന്ന് ഉള്ളിലേക്ക് റോഡ് കയറിയാൽ ബ്രോഡ്വേക്ക് എത്താൻ പറ്റും. സാധാരണ ഇവിടെ പാർക്കിംഗ് ഉണ്ടാവില്ല, അപ്പൊ അവിടെ പാർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ലൊക്കേഷൻ മുട്ടരാനിട്ടുണ്ട്. ലൊക്കേഷൻ വിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നോട്ടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. പിന്നെ ഒന്ന് ചെറുതായിട്ട് മൂത്രയിക്കാൻ മുട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടിയില് ഓയിലില്ല, കൂളന്റ് ഇല്ല. ഞാൻ ഇന്നലെ വെറുതെ ജസ്റ്റ് ഒന്ന് വണ്ടി കഴിക്കിയപ്പോഴേ ചെക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പൊ ഓയില് കറക്റ്റ് അളവിനുണ്ട്, ചെറുതായിട്ട് കളർ മാറിയിട്ടുള്ളൂ. പക്ഷെ കൂളന്റ് ഒട്ടുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിയണത്. അപ്പൊ പിന്നെ അവിടെ കുറച്ച് കൂളന്റ് ഉണ്ടായിരുന്നു റൂമില്, അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കൂളന്റും വാങ്ങിയിട്ട് വയ്ക്കണം. അപ്പൊ ചെക്കന് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവട്ടെ, എന്തായാലും 2-3 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. 2 കിലോമീറ്റർ. സമയം കുറച്ച് ഓവറാണ്, എന്നാലും കുഴപ്പമില്ല. അത് കുറച്ച് ചുറ്റിങ്ങാണ്ടൊക്കെയാണ് കാണിക്കണേ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാൻ വഴി കാണിക്കുന്നുണ്ട്. ഏതായാലും ചെന്ന് നോക്കട്ടെ. ഞാൻ നമ്മളെ ചെക്കൻ്റെ സ്പൈസസ് കടയിലേക്ക് എത്തിയിട്ട്, ഇതാണ് നമ്മളെ സലാം മുട്ട്. ഇത് കണ്ടിട്ടുണ്ട്. ഉണ്ട, ഇത് റഷ്യൻ ചോക്ലേറ്റ് ആണ്. ഇത് രണ്ടും വരുന്നത്. പിന്നെ ഇത് ദുബായ് ചോക്ലേറ്റ്. കഴിക്കാൻ ഒരെണ്ണെങ്കിലും ഇതെടുത്ത് കഴിക്കണം. ദുബായ്. ഇത് എത്ര പീസ് ഉള്ളത്? അതിന് പീസ് ഒരു പീസ് 30 വരും, കിലോ 1300 വരും. 1 കിലോ എന്ന് പറയുമ്പോൾ ഒരു 45-50 പീസ് ഉണ്ടാവും.
1300 കിലോ. ഇതാണ് മുട്ടായി മറ്റേ. അത് റഷ്യൻ ചോക്ലേറ്റ്. ഇവിടുന്ന് എല്ലാം ഓരോന്ന് ടേസ്റ്റ് ചെയ്യട്ടോ. സലാം ഓരോന്ന് എടുത്ത് തരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ, സലാമിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു 11:22 ഞാൻ ഊബറും യാത്രി റാപ്പിഡൊക്കെ ഓണാക്കിക്കണു. ആദ്യം യാത്രി റാപ്പിഡാണ് ഓണാക്കിയത്, ചെറിയ സർജ് ഉണ്ട് അവിടെ. അപ്പോൾ പിന്നെ അതിൽ ട്രിപ്പ് അടിക്കണില്ല. അപ്പോൾ പിന്നെ ഊബറും പാടെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഊബർ ഓണാക്കിയപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് വന്നു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമ്മളെ ഫോർട്ട് കൊച്ചി ആ ഭാഗത്തെന്ന് തോന്നുന്നുണ്ട് ഒരു സർജ് കിടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെറിയൊരു ലോക്കൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ആലിയ. അപ്പോൾ അതേ എത്ര 600 മീറ്ററുള്ളൂ പിക്കപ്പ്. ചെറിയ ട്രിപ്പാട്ടോ, 1.5 കിലോമീറ്റർ ഡ്രോപ്പുള്ളൂ, 100 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ പോയിട്ടേ അവിടേക്ക് ബാക്കിൽ തന്നെ പോകണം. ഇത് ജസ്റ്റ് വൺ വേ കൊണ്ട് തിരിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും പോയിട്ട് ആലിയാനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. അപ്പോൾ ആ ട്രിപ്പ് നമ്മൾ എവിടെ ക്ലോസ് ചെയ്യട്ടെ. 2 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, 140 രൂപ കേട്ടോ നമുക്ക് ഈ ട്രിപ്പിനുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ട്രാവൻകോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവിടെ ഒരു റൂംസിൻ്റെ ഒരു സംഭവം ഉണ്ട്, അവിടേക്കാണ് ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ കല്യാണിൻ്റെ അവിടെ നിർത്തണം, അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ഇട്ട്. അപ്പോൾ ഇവിടെ എത്താൻ നേരത്ത് 12:30 ട്രെയിൻ ഉണ്ടായിരുന്നു നോർത്ത് നിന്ന്. അപ്പോൾ ആൾക്ക് അങ്ങോട്ട് പോകണമെന്നാണ്. ഒരു 10 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞ് വെയിറ്റിംഗ് ചാർജൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് 12:30 എന്തോ ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മതിയല്ലോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആൾ ഇറങ്ങി വരട്ടെ. അപ്പോൾ ഇതിനിവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾ വരട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ അരൂക്കുറ്റിയിലായിട്ടുള്ളത്. ചെറിയൊരു ഇൻട്രസിറ്റി പോന്നിട്ടുണ്ടായിരുന്നു. സമയം 4:11 കേട്ടോ. ഊബറിൽ ഇപ്പോൾ നമ്മൾ ഓടിയത് ടോട്ടൽ 10 ട്രിപ്പാട്ടോ ഊബറിൽ എടുത്തത്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ പോകുന്നത് ഒരു ഇൻട്രസിറ്റി ട്രിപ്പായിരുന്നു. അത് 21 കിലോമീറ്ററാണ് പോകുന്നത്. 740 ടോട്ടൽ വാങ്ങി, 645 നമുക്ക് കിട്ടി. അപ്പോൾ അത് 820 ഞാൻ വാങ്ങിയിട്ടുണ്ട് ടോട്ടൽ. അപ്പോൾ അത് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതുവരെ ലൊക്കേഷൻ കിട്ടിയിട്ടുള്ളൂ, അത് ബാക്കി എന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ചെറിയൊരു 20 എത്ര കൂട്ടിയിട്ട്, പിന്നെ നമ്മൾ ടോളും പാടെ കൂട്ടിയിട്ട്, ടോള് ഇൻട്രസിറ്റിയിൽ നമുക്ക് ടോൾ ഇൻക്ലൂഡിങ് അല്ലല്ലോ. അപ്പോൾ ആകുമ്പാടെ ടോട്ടൽ ഒരു 820 രൂപ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അരൂക്കുറ്റി ജംഗ്ഷനിലായിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് ഊബർ ഓഫ് ചെയ്തിക്കാണ്, ഒന്ന് ഫുഡ് കഴിക്കണം. സമയം 4:12 അപ്പോൾ എന്തായാലുമൊക്കെ ഫുഡ് കഴിക്കണം. പിന്നെ ഇവിടെ എൻ്റെ കുടുംബക്കാരൻ്റെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഒന്ന് കയറണം. എന്നാലും ഞാൻ ഇവിടം വരെ വന്നു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ എത്തിയപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ച് പോയി. പിന്നെ ഇവിടെ നിന്നൊക്കെ റിട്ടേൺ ട്രിപ്പ് കിട്ടുക പറഞ്ഞാൽ നമ്മളൊരു ഭാഗ്യമാണ്. എറണാകുളത്തേക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇൻട്രസിറ്റി പോകുന്നതാണല്ലോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് കാണും ഊബർ. എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. അപ്പോൾ ഏതായാലും പോയിട്ട് ചെക്കനെ കാണണം, ഒന്ന് ഫുഡൊക്കെ കഴിച്ച് വരാം. ഞാനൊരു 6:20 സമയപ്പോഴേ നമുക്ക് തിരിച്ച് റിട്ടേൺ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പോഴാണ് ട്രിപ്പ് അടിക്കണേ. ഒരു സെറീന കേട്ടോ നമ്മളെ കസ്റ്റമറുടെ പേര്. ഇവിടുന്ന് ആകെ ഒരു 600 മീറ്റർ ഉള്ളൂ. നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ഇത് എന്തോ ഒരു റോങ് ആയിട്ട് കാണിക്കാട്ടോ. 600 മീറ്റർ ഉള്ളൂ പിക്കപ്പ് ഉള്ളൂ. അപ്പോൾ വണ്ടി വീണ്ടും കോൾഡ് സ്റ്റാർട്ടിങ്ങിലായിട്ടുണ്ട്, കുറേ നേരം അതിനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് അടിക്കണത് 3:08. അപ്പോൾ 6:21 ആയിട്ടുണ്ട് സമയം. അപ്പോൾ വേഗം കസ്റ്റമറെ പോയിട്ട് പിക്ക് ചെയ്യട്ടോ കേട്ടോ. ഇതാണ് നമ്മളെ മൊബൈൽ ഷോപ്പ്, ഇൻഫിനിറ്റി ആട്ടോ, അരൂക്കുറ്റി ജംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഏതായാലും പോട്ടെ. ഞാൻ ഇപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ട് എന്തായാലും ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. കുറച്ചേരൊക്കെ ഇവിടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ വർത്താനം പറഞ്ഞ് നിന്ന്. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഓൺ ആക്കിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ മേലെ കഴിഞ്ഞു. അപ്പോൾ ട്രിപ്പൊന്നും അടിക്കണില്ല. അപ്പോൾ സമയം 6:23 ആയല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേക്ക് ഒന്ന് അടുപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് നോക്കി. ഇനി നമ്മളെ ആപ്പിന് വല്ല പ്രശ്നമാണോ എന്താ സംഭവിച്ചിരിക്കണ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ലുലു മാൾക്ക് നേരത്തെ ഒരു ട്രിപ്പ് അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 600 സംതിങ് ആണ് റേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രിപ്പ് നമ്മളെ ഫോണിൽ വരികയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നി. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ട്രിപ്പ് വന്നത്. ഒരു 800 രൂപയുടെ പൂക്കാട്ടുപടി കേട്ടോ. ഏതായാലും നന്നായി, നമ്മളെ റൂമിൻ്റെ ഏകദേശം ഭാഗത്തേക്ക് തന്നെയാണല്ലോ. അപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോവാം. ഹലോ, ഞാൻ കണ്ടു, ഞാൻ ഇവിടെ ഉണ്ട്, ബാക്കിലുണ്ട്, വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ. ഇതാ ഈ ബാക്ക് എടുക്കുന്നത് കണ്ടാ. അപ്പോൾ ഞാനേ വണ്ടി ഇവിടെ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടേ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട് തന്നെയാണ്, ഫ്രണ്ടിൽ കാണുന്ന ഈ വീട് തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ഏതായാലും അവിടെ മുമ്പിൽ വേറെ റോഡ് കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അവിടെ ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ടേ ഇങ്ങോട്ട് തന്നെ വരാം. അങ്ങനെ നമ്മൾ ഇൻട്രസിറ്റി ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ. 7:52 8 മണിയായി. ഇത് നമ്മളെ പൂക്കാട്ടുപടി ജംഗ്ഷനാട്ടോ. പൂക്കാട്ടുപടിൻ്റെ ഇവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് ആലുവ റോട്ടുമ്മേ ജസ്റ്റ് ഒരു 100 മീറ്റർ കൂടി പോയിട്ട് അവിടെ ലെഫ്റ്റ് സൈഡിലാണ് ആളെ ഡ്രോപ്പ് ചെയ്തത്. അവിടെയാണ് ആളെ വീട്. ഈ ട്രിപ്പിന് നമുക്ക് എടുത്ത സമയം 1 മണിക്കൂറും 20 മിനിറ്റും കേട്ടോ. 34.90 കിലോമീറ്ററാണ് നമ്മൾ ടോട്ടൽ ഓടിയത്. 1.5 മണിക്കൂർ സമയം എടുത്തു. എന്തായാലും കുഴപ്പമില്ല. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ നമ്മളെ റൂമിലേക്കുള്ളൂ.
അപ്പോൾ പിന്നെ ഫുള്ളായിട്ട് കാല് പോകുന്നില്ലല്ലോ. നമുക്ക് ഇന്നാളും അവിടേക്ക് അരുക്കുറ്റിക്ക് പോയപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മുളന്തുരുത്തി ആ ഭാഗത്തേക്കായിരുന്നു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ റൂമിൻ്റെ ഏകദേശം ഭാഗത്തേക്കാണ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോരുന്ന പോക്കിലേ ഇങ്ങോട്ട് വരുന്ന വരവിൽ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ആലുവയിലേക്ക്. അത് 13 കിലോമീറ്റർ ഡ്രോപ്പും 254 രൂപയുടെ എന്തോ ട്രിപ്പാണ്. അപ്പോൾ അത് 5.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഞാൻ ഓടുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ഞാൻ ഇപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആലുവ പോയാലേ ചിലപ്പോൾ അവിടെ നിന്ന് കാല് പോരേണ്ടി വരും. അപ്പോൾ പിന്നെ അത്രയും സമയം പോകും. പിന്നെ നാളെ രാവിലെ ഇറങ്ങാനുള്ളതല്ലേ. ലൈറ്റായി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാളത്തെ ഇറക്കം ശരിയാവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഊബറിൽ ഓടിയതേ 11 ട്രിപ്പാട്ടോ. പിന്നെ റാപ്പിഡോയിൽ യാത്രയിലൊക്കെ ഓരോരോ ട്രിപ്പുകൾ ഓടിയിട്ടുണ്ട്. റാപ്പിഡോയിൽ 2 ട്രിപ്പും യാത്രയിൽ 1 ട്രിപ്പ് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതായാലും നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.